നമസ്കാരം. ഒരു സെക്കൻഡിന് പോലും വലിയ വിലയുണ്ട്. അപ്പോൾ 4 സെക്കൻഡിൻ്റെ കാര്യമോ? 4 സെക്കൻഡ് എന്നത് നിഷ ബാലകൃഷ്ണന് വെറും സമയം മാത്രമല്ല, തൻ്റെ ജീവിതം കൂടിയായിരുന്നു. 4 സെക്കൻഡിൽ നഷ്ടപ്പെട്ട സർക്കാർ ജോലി നേടിയെടുക്കാൻ നിഷയ്ക്ക് വേണ്ടി വന്നത് 6 വർഷത്തെ കാലയളവാണ്. ഇനി കഥയിലേക്ക്. തിരുവനന്തപുരം നഗരകാര്യ ഡയറക്ടറേറ്റിലെ ചില ഉദ്യോഗസ്ഥരുടെ നടപടി മൂലം ഇല്ലാതായ ജോലി നിഷ ബാലകൃഷ്ണന് തിരികെ കിട്ടിയിരിക്കുന്നു. ഏറെ പ്രതിസന്ധികൾ നേരിട്ടെങ്കിലും അർഹതപ്പെട്ട ജോലി ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് കൊല്ലം ചവറ സ്വദേശിനിയായ നിഷ ബാലകൃഷ്ണൻ. ഹൈക്കോടതി ഉത്തരവ് കണക്കിലെടുത്ത് നിഷയെ തദ്ദേശ വകുപ്പിൽ LD ക്ലർക്കായി നിയമിക്കാനാണ് സംസ്ഥാന മന്ത്രിസഭയുടെ തീരുമാനം. നിഷയ്ക്ക് മാത്രമല്ല, ഉദ്യോഗസ്ഥർ സാങ്കേതികത്വം പറഞ്ഞ് തഴയുന്ന നിരവധി പേർക്ക് പ്രതീക്ഷ നൽകുന്നതാണ് സർക്കാർ തീരുമാനവും നിഷയുടെ പോരാട്ടവും. എറണാകുളം ജില്ലയിൽ 2015 മാർച്ച് 31 നിലവിൽ വന്ന വിവിധ വകുപ്പുകളിലേക്കുള്ള LD ക്ലർക്ക് റാങ്ക് പട്ടികയിലാണ് 696 റാങ്കുകാരിയായി നിഷ ഉൾപ്പെട്ടത്. കൊച്ചി കോർപ്പറേഷനിലെ 3 ഒഴിവുകൾ കോർപ്പറേഷൻ 2018 മാർച്ച് 28 നഗരകാര്യ ഡയറക്ടറേറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തു. തിരുവനന്തപുരം നഗരകാര്യ വകുപ്പിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനാകട്ടെ എറണാകുളം ജില്ലാ PSC ഓഫീസർക്ക് ഒഴിവ് റിപ്പോർട്ട് ചെയ്തത് എപ്പോഴെന്നറിയാമോ? മാർച്ച് 31 രാത്രി 12 മണിക്ക്. PSC ഓഫീസിൽ ഇമെയിലിൽ ലഭിച്ചത് രാത്രി 12 മണി കഴിഞ്ഞ് 4 സെക്കൻഡുകൾക്ക് ശേഷം. പട്ടികയുടെ കാലാവധി അർദ്ധരാത്രി 12 അവസാനിച്ചെന്ന് PSC സാങ്കേതികത്വം പറഞ്ഞതോടെ 4 സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ നിഷയ്ക്ക് ജോലി നഷ്ടമായി. നോക്കണേ, നിരന്തരം തിരുവനന്തപുരം നഗരകാര്യ ഡയറക്ടറേറ്റും എറണാകുളത്തെ PSC ഓഫീസും കയറിയിറങ്ങിയെങ്കിലും ഫലമുണ്ടായില്ല. പിന്നീട് നിഷ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചു. പക്ഷേ സാങ്കേതികമായി പട്ടികയുടെ കാലാവധി കഴിഞ്ഞിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ട്രിബ്യൂണൽ ഈ ഹർജി തള്ളി. പിന്നീട് അവർ ഹൈക്കോടതിയെ സമീപിച്ചു. 2020 ഓഗസ്റ്റ് 20 നിഷയുടെ ഹർജി കോടതി തള്ളി. എന്നാൽ തോറ്റുകൊടുക്കാൻ നിഷ തയ്യാറായില്ല. വീണ്ടും ഹൈക്കോടതിയിലേക്ക് 2022 ഓഗസ്റ്റിൽ പുനഃപരിശോധനാ ഹർജി നൽകി. അതുവരെ പുറം ലോകം അറിയാതിരുന്ന നിഷയുടെ പോരാട്ടത്തെക്കുറിച്ച് അതേ വർഷം ഡിസംബറിൽ മാധ്യമങ്ങൾ വാർത്ത നൽകി തുടങ്ങി. ഇതോടെ നിഷയ്ക്ക് സമൂഹത്തിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചു. 2023 മാർച്ചിൽ നിഷ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് പരാതി നൽകി. സംഭവം അന്വേഷിക്കാൻ ഏപ്രിൽ 30 ഭരണപരിഷ്കാര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലകിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. നഗരകാര്യ ഡയറക്ടർ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായെന്ന് ജയതിലകിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി. നേരത്തെ നിഷ ഹൈക്കോടതിയിൽ നൽകിയ പുനഃപരിശോധനാ ഹർജിയിൽ അതേ വർഷം ഒക്ടോബർ 12 ഹൈക്കോടതി വിധി വന്നു. നിഷ ബാലകൃഷ്ണന് ജോലി നൽകാൻ സർക്കാരിന് തീരുമാനിക്കാമെന്ന് ഹർജി തീർപ്പാക്കിക്കൊണ്ട് ഹൈക്കോടതി വിധിച്ചു. ഹൈക്കോടതിയുടെ ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ജോലി നൽകണമെന്ന് അപേക്ഷിച്ച് മുഖ്യമന്ത്രിക്ക് നിഷ വീണ്ടും അപേക്ഷ നൽകി. ഇതാണ് മന്ത്രിസഭാ യോഗം പരിഗണിച്ചതും നിഷയ്ക്ക് അർഹതപ്പെട്ട ജോലി നൽകാൻ തീരുമാനിച്ചതും. ഇനി ചില ചോദ്യങ്ങൾ. 2018 മാർച്ച് 28 നഗരകാര്യ ഡയറക്ടറേറ്റിലേക്ക് കൊച്ചി കോർപ്പറേഷനിൽ നിന്നും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തത്. 29, 30 തീയതികളിൽ ഓഫീസ് അവധിയാണ്, സമ്മതിക്കുന്നു. 31 പകൽ ഡയറക്ടറേറ്റിലേക്ക് നിരവധി തവണ വിളിച്ചെങ്കിലും ഒഴിവ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള അറിയിപ്പ് ലഭിച്ചില്ല എന്ന മറുപടിയാണ് നിഷയ്ക്ക് ലഭിച്ചത്. പിന്നീട് ഏപ്രിൽ 2 എറണാകുളം ജില്ലാ PSC ഓഫീസിൽ നേരിട്ട് ചെന്ന് അന്വേഷിച്ചപ്പോൾ മാർച്ച് 31 രാത്രി 12:04 ഇമെയിൽ കിട്ടിയതെന്നാണ് അറിയിപ്പ് വന്നത്. മാർച്ച് 31 പകൽ അറിയിപ്പ് ലഭിച്ചില്ല എന്ന് പറഞ്ഞ നഗരകാര്യ ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ അതേ ദിവസം രാത്രി 12 എറണാകുളം ജില്ലാ PSC ഓഫീസർക്ക് ഒഴിവ് റിപ്പോർട്ട് ചെയ്തു എന്നതാണ് സംഭവത്തിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. അതും രാത്രി 12. നോക്കണേ, എന്തായാലും നിഷ ബാലകൃഷ്ണന് കിട്ടിയ ഈ ഒരു ഉത്തരവ് ഒരു വലിയ തിരിച്ചറിവാണ്. നീതി നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോകണമെന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവ്.